ആദ്യം ശ്രീ സണ്ണി ജോസഫ് MLA, AK ശശീന്ദ്രന് ഇനി ആ കസേരയിൽ ഇരിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഇന്നിപ്പോ ഈ കാര്യങ്ങളിൽ ഗൗരവതരമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനൊന്നും കഴിയുകയില്ല എന്ന തുറന്ന സമ്മതം പോലുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശാന്തവും പക്വവുമായ സാഹചര്യത്തിൽ വയനാട്ടിൽ പോയി ചർച്ച നടത്താൻ ഒരുക്കമാണ്. നിലവിൽ വയനാട്ടിലേക്കില്ല. ഇങ്ങനെ നാണം കെട്ട ഒരു പ്രതികരണം നടത്താൻ നമുക്കൊരു മന്ത്രി വേണോ ശ്രീ സണ്ണി ജോസഫ്? വേണു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനും TV-യിൽ കേട്ടു. അത് വളരെ ദയനീയം, പരമദയനീയമാണ്, തികഞ്ഞ പരാജയമാണ്. ഇതാദ്യമായിട്ടല്ല ഈ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഈ ചുരുങ്ങിയ മാസങ്ങളിനുള്ളിൽ തന്നെ വയനാട്ടിലെ കടുവയാക്രമണത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇതാ കാട്ടാനയുടെ അക്രമത്തിൽ. ഇവരൊന്നും വനത്തിലോ വനാതിർത്തിയോട് ചേർന്നോ അല്ല, ജനവാസ മേഖലയിലാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് കടുവ ഒരു മാസക്കാലം വിവിധ ജനവാസ മേഖലകളിൽ കണ്ട കടുവ അവസാനം മാനന്തവാടിക്ക് അടുത്ത് തന്നെ ഒരു ഗ്രഹനാഥനെ കടിച്ച് കൊലപ്പെടുത്തിയത്. ഈ കാര്യങ്ങളിലെല്ലാം വനം മന്ത്രിയോട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ MLA-മാർ, ഞാൻ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ 2 അടിയന്തര പ്രമേയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. 2 അടിയന്തര പ്രമേയങ്ങൾ. ആ അടിയന്തര പ്രമേയങ്ങൾ സാധാരണഗതിയിൽ ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു ജീവൽ പ്രശ്നത്തെ ആസ്പദമാക്കി ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അത് ചർച്ച ചെയ്യാമെന്ന് മന്ത്രി പറയണം. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 2 മണിക്കൂർ ആ വിഷയം ചർച്ച ചെയ്യാൻ കണ്ടെത്തുന്നതിന് പകരം അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ചർച്ച ചെയ്യേണ്ട ഒരു പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന നിലയിൽ മന്ത്രിയുടെ മറുപടിയോടുകൂടി അത് അവസാനിപ്പിക്കുകയാണ്. പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുകയാണ്, പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇപ്രാവശ്യം തന്നെ എന്താണ്, വയനാട്ടിലെ കടുവാക്രമത്തിൽ ആൾ കൊലയപ്പെട്ടതിന് ശേഷം വയനാട്ടിലെ MLA-മാർ കക്ഷി വ്യത്യാസമില്ലാതെ 3 MLA-മാരും സഭയിൽ ആ വിഷയങ്ങൾ ഗൗരവമായിട്ട് അവതരിപ്പിച്ച MLA-മാരോട് മന്ത്രി ഇങ്ങോട്ട് കയർത്ത് സംസാരിക്കുന്നതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിൽ ഈ വകുപ്പ് മന്ത്രിക്ക് മാത്രമല്ല, ഗവൺമെൻറ്റിന് ആസ് എ ഹോൾ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ വിഷയങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തുന്നു, രാഷ്ട്രീയ സംഘടനകൾ ഉയർത്തുന്നു, കർഷക സംഘടനകൾ ഉയർത്തുന്നു. ഇതെല്ലാം ഗൗരവതരത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അതിനെ തുടർന്നായിരിക്കാം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഈ മാനന്തവാടിയിൽ തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. വനത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മൈൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു അതിൻ്റെ വിഷയം. ഞാൻ ചോദിക്കുന്നു, ആ പ്രോഗ്രാം നടന്നതിന് ശേഷം എൻ്റെ നിയോജകമണ്ഡലത്തിൽ 2 മന്ത്രിമാർ വന്ന് ആ ചർച്ച നടത്തി. എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു? ആ ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു? ഇപ്പൊ തന്നെ പറഞ്ഞ എന്താ, ആളുകൾ എന്ത് പ്രക്ഷുബ്ധരായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ശ്രീ സണ്ണി ജോസഫ്, ശാന്തവും പക്വവുമായ സാഹചര്യമായിരുന്നല്ലോ ഈ തണ്ണീർക്കൊമ്പൻ വരുന്നതിന് മുൻപ് വരെ. ആ ഘട്ടത്തിലും അവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടായി. ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ വ്യക്തി. AK ശശീന്ദ്രൻ എന്ത് തിരക്കാണ്? നമുക്കറിയുന്നതാണല്ലോ ആ പാർട്ടിയുടെ ബലം. ഇപ്പോ ഈ പറയുന്ന കുട്ടനാട് MLA-യുമായി കൊമ്പ് കോർക്കുക അല്ലേ? ഇത്തരം ചില നിസാര തർക്കങ്ങളിൽ വ്യാപൃതനാകുന്നതിനപ്പുറം ഈ മന്ത്രിക്ക് വേറെ എന്ത് തിരക്ക്? ഈ മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണ്? പക്വവും ശാന്തവുമായ ഒരു സമയത്താണ് ഞാൻ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരാണ്? പുരോഹിതനാണോ? രാഷ്ട്രീയ പുരോഹിതനാണോ? ജനങ്ങൾ അവിടെ ഇന്ന് രാത്രിയിൽ എങ്ങനെ ഉറങ്ങണം എന്നതിൽ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് മന്ത്രിഭവനത്തിൽ സുഖമായി കിടന്നുറങ്ങാം. ഈ അന്തരമാണ് അദ്ദേഹം പരിഹരിക്കേണ്ടത്. അതെന്തുകൊണ്ട് അതിന് മുതിരുന്നില്ല? ശരിയാണ്, ഏത് പ്രതിസന്ധിയിലും ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ആത്മധൈര്യം, ആത്മവിശ്വാസം താൻ ജനപക്ഷത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചർച്ച ചെയ്തിട്ടുണ്ട്, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ, അങ്ങനെ ചിന്തിക്കാൻ മന്ത്രിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശരി, ഞാൻ ഏത് സമയത്തും വരും. ഇന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. ഒന്നുകിൽ നാളെ കണ്ണൂരിൽ വിമാനം ഇറങ്ങി അങ്ങ് വരും, അല്ലെങ്കിൽ ഇന്ന് ട്രെയിൻ കയറി വരും. നാളെ ഞായറാഴ്ചയാണ്. ഈ വീട് സന്ദർശിക്കും, അവിടുത്തെ വിഷയങ്ങൾ സംസാരിക്കും, ജനപ്രതിനിധികളുമായിട്ടും കർഷക നേതാക്കന്മാരോട് സംസാരിക്കുന്നു. പറയാൻ മന്ത്രി എന്തുകൊണ്ട് അറച്ചു നിൽക്കുന്നു, എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഞാൻ ആ വിഷയത്തെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. പക്ഷേ നമ്മളുടെ ജനങ്ങളുടെ വിഷയം അതിരൂക്ഷമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ആസ് എ ഹോൾ, ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.